CPIM വിമർശിച്ച് വെട്ടിലായ MEC7 വിഷയത്തിൽ വലിയ ട്വിസ്റ്റ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ MEC7 ലോകത്തിന് ആപത്തെന്ന് പറഞ്ഞിരിക്കുന്നു. MEC7ൽ രാഷ്ട്രീയം കളിച്ച മുസ്ലിം ലീഗിനുള്ള മറുപടിയാണ് കാന്തപുരം നൽകിയത്. യുവാക്കളെ വഴിതെറ്റിക്കുന്ന വ്യായാമ കൂട്ടായ്മയെന്ന് കാന്തപുരം പറഞ്ഞതിനെ കോൺഗ്രസ് ഏത് വിധം നേരിടും? MEC7 വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ വിമർശനവുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് കാന്തപുരം തന്റെ നിലപാട് ആവർത്തിച്ചത്. വിശ്വാസ സംരക്ഷണമാണ് പ്രധാനം എന്നതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് കാന്തപുരം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കും. യാഥാസ്ഥിതികരെന്ന് വിമർശിച്ചാലും പ്രശ്നമില്ല. ലോകം തിരിയാത്തതുകൊണ്ട് പറയുന്നതുമല്ല. നന്നായി മനസ്സിലാക്കിയാണ് ഇക്കാര്യം പറയുന്നതെന്നും കാന്തപുരം പറഞ്ഞു. കഴിഞ്ഞ ദിവസവും MEC7 കൂട്ടായ്മയെ ലക്ഷ്യം വെച്ച് കാന്തപുരം വിമർശനം ഉന്നയിച്ചിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരിക്കുന്നത് ഇസ്ലാമിൽ ഹറാമാണെന്നിരിക്കെ ലോകത്തിന് നാശം വരുത്തിവെക്കുന്ന പ്രവർത്തികളാണ് MEC7 വ്യായാമ മുറയിലൂടെ ചെയ്യുന്നതെന്നായിരുന്നു കാന്തപുരത്തിന്റെ വിമർശനം. ഇക്കാര്യം പറയുമ്പോൾ വ്യായാമം വേണ്ടേ എന്ന ചോദ്യം തിരിച്ചു ചോദിച്ച് നമ്മളൊന്നും ലോകം തിരിയാത്തവരാണ് എന്ന് പറഞ്ഞ് ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയല്ലാതെ സത്യം ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകളുണ്ടെന്നും കാന്തപുരം പറഞ്ഞു. പണ്ടുകാലത്ത് സ്ത്രീകൾ പുരുഷന്മാരെ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും ആവശ്യത്തിന് മാത്രമായിരുന്നു. ഇതുപോലും നിബന്ധനകളോടെ ചെയ്യാവൂ എന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം സ്ത്രീകൾ അനുസരിക്കുകയായിരുന്നു ചെയ്തത്. ആ മറ എടുത്തുകളഞ്ഞ് വ്യായാമത്തിന് വേണ്ടി ചെറുപ്പക്കാരായ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു നിരോധവും ഇല്ലാതാക്കി ലോകത്തിന് വൻ നാശമുണ്ടാക്കുമെന്നാണ് കേൾവി. ഞാൻ ഇതൊന്നും കാണാൻ പോയിട്ടില്ല, കേൾക്കുന്നതൊന്നും ശരിയല്ലെന്ന് അഭിപ്രായം പറയും. ചെറുപ്പക്കാരെ വഴിതിരിച്ചു വിടുന്നതാണിത്, കാന്തപുരം വിമർശിച്ചു. MEC7നെതിരെ ആദ്യ വിമർശനം ഉന്നയിച്ചത് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനായിരുന്നു. വ്യായാമ കൂട്ടായ്മയിൽ തീവ്രവാദ ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കളാണ് കൂട്ടായ്മയ്ക്ക് പിറകിലെന്നുമായിരുന്നു CPIM ജില്ലാ നേതൃത്വത്തിന്റെ ആരോപണം. എന്നാൽ P മോഹനനെതിരെ എതിർ രാഷ്ട്രീയ കക്ഷികളും വിവിധ സംഘടനകളും രംഗത്തു വന്നതോടെ CPIM പ്രതിരോധത്തിലായി. കോൺഗ്രസും മുസ്ലിം ലീഗും MEC7നെ അനുകൂലിച്ച് രംഗത്ത് വരികയും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ MEC7 വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തതും CPMനുള്ള രാഷ്ട്രീയ മറുപടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചിത്രം മാറിവരികയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ MEC7നെതിരെ രംഗത്ത് വന്നതോടെ MEC7 വിഷയത്തിൽ CPIMന് വലിയ ആശ്വാസമായി. MEC7 കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ അല്ലെന്ന് വ്യക്തമാക്കി കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്റർ TPM ഹാഷിർ അലി രംഗത്ത് വന്നിരുന്നു. ഈ കൂട്ടായ്മയ്ക്ക് ആശംസ നേർന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കത്തയച്ചിട്ടുണ്ടെന്നും കൂട്ടായ്മ വ്യാപിപ്പിക്കണമെന്ന് മുഹമ്മദ് റിയാസ് തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ചീഫ് കോർഡിനേറ്റർ TPM ഹാഷിർ അലി വ്യക്തമാക്കി. MEC7ന്റെ കോഴിക്കോട് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലാണ്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. MEC7 കൂട്ടായ്മയിൽ CPM നേതാക്കളും ഉണ്ടെന്നും കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്റർ അവകാശപ്പെട്ടു. ഇത് ശരിവെക്കും വിധം മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ MEC7നെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് തുറക്കലിലുള്ള മുൻ സൈനികൻ P സലാഹുദ്ദീൻ തുടക്കം കുറിച്ചതാണ് MEC7 എന്നറിയപ്പെടുന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന വ്യായാമ സംവിധാനം. 2012-ൽ തന്റെ പ്രദേശത്ത് തുടക്കം കുറിച്ചതാണെങ്കിലും സമീപകാലത്താണ് ഇതിന് വ്യാപക സ്വീകാര്യത ലഭിച്ചത്. എയ്റോബിക്സ്, യോഗ തുടങ്ങി വിവിധ ഫിറ്റ്നസ് രീതികൾ സംയോജിപ്പിച്ച് 21 വ്യായാമ മുറകളാണ് ഇതിന്റെ ആകർഷകം. മലപ്പുറം ജില്ലയിലാണ് ആവിർഭാവം എന്നതിനാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് കൂട്ടായ്മയിൽ ഭൂരിഭാഗമെങ്കിലും പല പ്രദേശങ്ങളിലും വിവിധ മതവിഭാഗക്കാർ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഏതെങ്കിലും സംഘടനയ്ക്ക് കൂട്ടായ്മയുമായി പങ്കുള്ളതായി തെളിവുകളൊന്നും പുറത്തുവിടാൻ ആരോപണം ഉയർത്തുന്നവർക്ക് സാധിച്ചിട്ടില്ല. അതേസമയം ഇതിന്റെ പേരിൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ വിവിധ കോണുകളിൽ നിന്ന് ശ്രമം നടക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളും ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നതാണ് ഇത് വിവാദമാകാൻ കാരണം. വിവിധ ജില്ലകളിലും ചില ഗൾഫ് രാജ്യങ്ങളിലും വരെ കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ടെന്നും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പങ്കാളികളാണെന്നും സംഘാടകർ പറഞ്ഞു. CPM വ്യായാമം നടത്തുന്നവരുടെ കൂട്ടായ്മ സമാന്തരമായി സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുന്നുണ്ടെന്നും അതുകൊണ്ടാകാം ഇതിനെ എതിർക്കുന്നതെന്നാണ് കോഴിക്കോട്ടെ MEC7 സംഘടനാ ചുമതലയുള്ള TPM ഹാഷിർ അലി പറഞ്ഞത്. നിലവിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ടവരും കൂട്ടായ്മയിൽ ഉണ്ടെന്നുമാണ് MEC7 അധികൃതരുടെ വിശദീകരണം.
അതേസമയം മെക്സവനെ സംബന്ധിച്ച് കാന്തപുരത്തിന്റെ അഭിപ്രായത്തെ തള്ളിക്കളയാൻ UDF-ൽ നിന്ന് ആരൊക്കെ രംഗത്ത് വരും എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം.